എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ ദിവസം തന്നെയാണല്ലോ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരട്ടെ. സ്വാതന്ത്ര്യമുള്ളിടത്തെ യഥാർത്ഥ സന്തോഷമുണ്ടാകും. സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനുള്ള അവകാശമല്ല. പ്രത്യുത ദൈവഹിതമനുസരിച്ച് ജീവൻ പുറപ്പെടുവിക്കുന്ന നന്മയുടെ വഴികളെ തിരഞ്ഞെടുക്കുവാനും അതിനുവേണ്ടി ജീവിക്കുവാനുമുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. മറിയം തിരഞ്ഞെടുത്തത് നന്മ പുറപ്പെടുവിക്കുന്ന ജീവന്റെ വഴികളായിരുന്നു. അതുതന്നെയാണ് അമ്മയുടെ മക്കളായ നമ്മുടെ വഴിയും. ഈ അർത്ഥത്തിലാണ് പൗലോസ്ലീഹ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായി മാറുകയുള്ളൂ. നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ അത് തെറ്റാതെ നോക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിലെ കഷ്ടപ്പാടിലും ദുരിതങ്ങളിലും നാം ആരും ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു ചിന്ത കൂടി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട്. തളരുമ്പോഴും വീഴുമ്പോഴും നമ്മെ സഹായിക്കുവാൻ, താങ്ങി നിർത്താൻ, വഴി നടത്താൻ സ്വർഗത്തിൽ നമുക്ക് ഒരു അമ്മയുണ്ട് എന്നത് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. തളർന്ന ജീവിതങ്ങൾ ശക്തി പ്രാപിക്കാൻ, ദുഃഖിച്ചും വേദനിച്ചും കഴിയുന്നവരുടെ ജീവിതങ്ങൾ സന്തോഷപൂരിതമായി മാറാൻ നമുക്കും അമ്മയുടെ അടുക്കലേക്ക് പോകാം. നമുക്കും സ്വർഗാരൂപതിയായ അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രയാണം തുടരാം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.